പുതിയ നിയമപ്രകാരം കർക്കശമായിട്ട് കുറച്ചുകൂടി ക്രൈറ്റീരിയസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ഏത് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും, ഇപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വന്നു എന്നാൽ കൂടി ILRനെ ബാധിക്കും എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരം ഗവൺമെൻറ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് UK ഇപ്പോൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ പോലീസ് വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ നിയമപ്രകാരം നിങ്ങൾ 3 ദിവസം പോലീസ് കസ്റ്റഡിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ 3 ദിവസം നമുക്ക് അഡ്വക്കേറ്റിന് പോലും നമ്മൾ കാണാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ ചില ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഇരുട്ട് മുറിയിൽ അടച്ചിടുക എന്നൊക്കെ പറയില്ലേ, എന്ന സിറ്റുവേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ, അത് ചെറിയ രീതിയിൽ കേസാണെങ്കിൽ കൂടി, ഇപ്പോൾ നിങ്ങളെ കൂടെ താമസിക്കുന്ന നിങ്ങളുടെ വൈഫ് തന്നെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും രീതിയിൽ പോലീസിൽ കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ കൂടി, അതല്ല എങ്കിൽ ഇപ്പോൾ നമ്മുടെ മോനെ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പാരൻറ്റിങ്ങിനൊക്കെ ഇവിടെ പ്രത്യേക രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ മോനെ അടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് ആണെങ്കിൽ കൂടി അയൽവാസികൾ നമ്മളെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്താൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം നമ്മൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ചെറിയ കേസുകൾ നമ്മളെ മേലെ ഉണ്ടെങ്കിൽ കൂടി ILR ലഭിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും.